ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് 4 ജീവനുള്ള വിത്തുകൾ. മക്കളെ, ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ആക്ടിവിറ്റീസും നോട്ട്സും ഒക്കെ ഒന്നിച്ച് തരികയാണ് കേട്ടോ. മക്കൾ എഴുതിയെടുത്ത് പഠിക്കണേ. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. നമുക്ക് പാഠഭാഗം നോക്കാം. ആദ്യം തന്നെ കഥ തന്നിട്ടുള്ളത് ജീവനുള്ള വിത്തുകൾ. രാജാവ് നാട്ടിലുള്ള കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എല്ലാവരെയും നാട്ടിലെ കുട്ടികളെല്ലാവരെയും രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവർക്കൊക്കെ വിത്ത് നൽകി. വിത്ത് 3 മാസം കൊണ്ട് നന്നായിട്ട് മുളപ്പിച്ച് വരുന്ന കുട്ടികൾക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ കർഷകൻ്റെ മകനായൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ വിത്ത് അവന് ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പരിപാലിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് വളർന്ന ചെടിയുമായിട്ട് കൊട്ടാരത്തിലെത്തി. അവൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല. അവൻ ആ ഒഴിഞ്ഞ ചട്ടിയുമായി കൊട്ടാരത്തിലെത്തി. എല്ലാ കുട്ടികളും അവനെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ രാജാവ് വന്നു. ഓരോരുത്തരുടെയും ചെടികളൊക്കെ ഇങ്ങനെ പരിശോധിച്ചു. നോക്കുമ്പോൾ പിങ്ങിൻ്റെ ചെടി മാത്രം മുളച്ചിട്ടില്ല. അപ്പോൾ രാജാവിന് സന്തോഷമായി. അപ്പോൾ രാജാവ് പറഞ്ഞെന്താണ്, ഇവനാണ് വിജയി. ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ നമുക്കിതിന്ന് എന്ത് മനസ്സിലാക്കാം? ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളക്കുകയുള്ളൂ. ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നാണ് വൻമരങ്ങൾ വരെ ഉണ്ടാകുന്നത്. ഇനി നിങ്ങളുടെ പ്രദേശത്തുള്ള വിത്തുകളൊക്കെ ശേഖരിക്കാനാണ് പറയുന്നത്. ശേഖരിച്ച വിത്തുകളുടെ ചെടിയുടെ പേര്, നിറം, വലുപ്പം, ആകൃതി, മറ്റു പ്രത്യേകതകൾ ഇവയൊക്കെ എഴുതി ചേർക്കണം. 2 വിത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ചെടിയുടെ പേര് മാവ്. നിറം നേരിയ ബ്രൗൺ, വലുതാണ് എന്നാൽ നന്നായിട്ട് വലുതല്ല, അതിലും കുറച്ച് ചെറുത്. ആകൃതി പരന്നതാണ്, കുറച്ച് റൗണ്ട് ഷേപ്പുണ്ട്. ഇത് ആപ്പിള്. നിറം ബ്രൗൺ നിറം, വലുപ്പം ചെറുതാണല്ലേ. ആകൃതി മഴത്തുള്ളി ആകൃതി. പ്രത്യേകത മിനുസമുള്ളതാണ്, അതിൻ്റെ പുറം മിനുസമുള്ളതാണ്, എന്നാൽ കട്ടിയുമുണ്ട്. ചക്കനെ കുറിച്ചിട്ട് വേണമെങ്കിൽ ഇതാ, ചക്കക്കുരുവിൻ്റെ നിറം ബ്രൗൺ, വലുപ്പം മീഡിയമാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കവർ കൊണ്ട് കവർ ചെയ്ത പോലെയാണ് അതിൻ്റെ പുറം ഭാഗം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിറ്റാമിൻ്റെ കലവറയാണ് ഒക്കെ എഴുതി ചേർക്കാം. ജീവനുള്ള വിത്തുകളാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിട്ടാൽ മുളക്കുമോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ് മുളക്കാത്തത്? അതിനാവശ്യമായ വെള്ളവും അതിനാവശ്യമായ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ വിത്ത് മുളക്കുക. വിത്ത് മുളക്കാൻ ഏതെല്ലാം ഘടകങ്ങളാണ് ആവശ്യമായത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തുകയാണ്. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർ വിത്തുകൾ അതിലിടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം നൽകണം. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. വിത്ത് മുളക്കുന്നുണ്ടോ? മുളക്കൂല്ലേ. അപ്പോൾ എന്തൊക്കെ ലഭിച്ചിട്ടുള്ളത്? മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം. വിത്ത് മുളക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ? ഇനി വേറൊരു പരീക്ഷണം നോക്കാം. മറ്റൊരു ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞിയെടുത്ത് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കൂ. ഇതുപോലെ നിരീക്ഷിക്കുക. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിത്ത് മുളക്കുന്നത് കാണാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മണ്ണില്ലാതെ വിത്ത് മുളക്കുമെന്ന് മനസ്സിലാക്കാം. ഇനി പട്ടിക പൂർത്തിയാക്കൂ. വിത്തിന് ലഭിക്കുന്ന ഘടകം എന്തൊക്കെയാണ്? ജലം, വായു, സൂര്യപ്രകാശം. വിത്തിന് ലഭിക്കാത്ത ഘടകം മണ്ണ്. 3ാമത്തെ പരീക്ഷണത്തിൽ വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ എന്നാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ മണ്ണ് നനവില്ലാത്ത, അതായത് ഉണങ്ങിയ മണ്ണെടുക്കുക. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം വേണം, വായു വേണം. ഇതിൽ വിത്ത് ഇട്ട് വെക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിത്ത് മുളക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. പരീക്ഷണം ആസൂത്രണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാം. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് എന്തൊക്കെ വേണം? ലക്ഷ്യം വേണം, സാമഗ്രികൾ, പരീക്ഷണക്രമം, നിരീക്ഷണം, നിഗമനം എന്നിവയൊക്കെ എഴുതി ചേർക്കണം. ആദ്യം ലക്ഷ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ? സാമഗ്രികൾ എന്തൊക്കെയാണ്? ഗ്ലാസ്, നനവില്ലാത്ത മണ്ണ്, പയർ വിത്ത്. പരീക്ഷണക്രമം. ഒരു ഗ്ലാസ്സിൽ ഉണങ്ങിയ മണ്ണെടുക്കുക. അതായത് ഒട്ടും നനവില്ലാത്ത മണ്ണായിരിക്കണം എടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് പയർ വിത്തുകൾ ഇടുക. 5 6 എണ്ണം മതി കേട്ടോ. ഇത് വായു, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. പരീക്ഷണത്തിൽ ജലമാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. എന്ത് വേണം? മണ്ണ്, വായു, സൂര്യപ്രകാശം, നല്ല അന്തരീക്ഷം ഒക്കെ വേണം. അതുകൊണ്ടാണ് സ്ഥലത്ത് സൂര്യപ്രകാശമൊക്കെ ലഭിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറയുന്നത്. ഈ നിരീക്ഷണം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പയർ വിത്തുകൾ മുളക്കാതെ കാണാൻ കഴിയും. നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവയൊക്കെ നൽകിയാലും വെള്ളമില്ലാതെ വിത്ത് മുളക്കില്ല. അപ്പോൾ നിഗമനം എങ്ങനെ ചെയ്താൽ? വിത്ത് മുളക്കാൻ വെള്ളം ആവശ്യമാണ്. മനസ്സിലായില്ലേ? 2ാമത്തെ പരീക്ഷണം കഴിഞ്ഞു. ഇനി 3ാമത്തത് വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നാണ് നോക്കുന്നത്.
സൂര്യപ്രകാശം ഒഴിവാക്കിയുള്ള പരീക്ഷണത്തിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം? സുതാര്യമായ ഗ്ലാസ്സിന് പകരം സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. സ്റ്റീൽ ഗ്ലാസ്സിനെ നന്നായിട്ട് കവർ ചെയ്യണം. സൂര്യപ്രകാശം ഒട്ടും ഉള്ളിലേക്ക് കടക്കാത്ത വിധം വേണം കവർ ചെയ്യാൻ. സൂര്യപ്രകാശം മാത്രമല്ല ഒഴിവാക്കേണ്ടത്, മറ്റെല്ലാ ഘടകങ്ങളും വേണം. അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ നനഞ്ഞ മണ്ണ്, പയർ വിത്ത് ഒക്കെ ഇട്ട് നന്നായിട്ട് മൂടി വെക്കുക. ഇങ്ങനെ ചെയ്ത് 4-5 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് എന്ത് കാണാം? വിത്തുകളൊക്കെ മുളച്ച് വന്നതായിട്ട് കാണാൻ കഴിയും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിലും മണ്ണില്ലെങ്കിലും എന്ത് ചെയ്യും? വിത്ത് മുളക്കും. അത് മനസ്സിലായല്ലോ മക്കളെ? ഇനി നമ്മൾ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 4 പരീക്ഷണങ്ങൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ഗ്ലാസ്സിൽ എല്ലാ ഘടകങ്ങളും നൽകിയത് എങ്ങനെയാണ്? ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ നനഞ്ഞ മണ്ണെടുക്കുക, 5-6 പയർ വിത്ത് ഇടുക, പിന്നെ സൂര്യപ്രകാശവും വായുവും ഒക്കെ കിട്ടത്തക്ക വിധത്തിൽ അങ്ങനെ സൗകര്യമുള്ള സ്ഥലത്ത് വെക്കുക. രണ്ടാമത്തെ ഗ്ലാസ്സിൽ മണ്ണൊഴികെ മറ്റുള്ള ഘടകങ്ങളൊക്കെ നൽകണം. സൂര്യപ്രകാശം, വായു, ജലം ഇവയൊക്കെ നൽകുക. എന്നിട്ട് നനഞ്ഞ സ്പോഞ്ചോ നനഞ്ഞ കോട്ടൺ തുണിയോ എന്തും ഉപയോഗിക്കുക. അതിൽ 4-5 വിത്തിട്ട് വെക്കുക. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ജലം ഒഴിവാക്കിയുള്ള എല്ലാ ഘടകങ്ങളും എടുക്കണം. ഉണങ്ങിയ മണ്ണ്, സൂര്യപ്രകാശം, വായു ഇവയൊക്കെ വേണം. ഈ 4ാമത്തെ ഗ്ലാസ്സിൽ സൂര്യപ്രകാശം ഒഴിവാക്കിയിട്ട് മറ്റുള്ള എല്ലാ ഘടകങ്ങളും എടുക്കണം. നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, അതുപോലെ ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3-4 ദിവസം ഇത് നിരീക്ഷിക്കണം. 1-ാം ദിവസം എന്താണ് കണ്ടെത്തിയത്, അങ്ങനെ 2-3-4 ദിവസം എന്താണ് കണ്ടെത്തിയതെന്ന് എഴുതി വെക്കണം. ഇത് സ്കൂളിൽ നിന്ന് നിർദ്ദേശം തരും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ ടീച്ചർക്കും കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഗ്ലാസ്സിൽ വിത്ത് മുളച്ചു, എല്ലാ ഘടകങ്ങളും നൽകിയിട്ടുണ്ട്. 2ാമത്തെ ഗ്ലാസ്സിലും വിത്ത് മുളച്ചു, മണ്ണൊഴികെ മറ്റെല്ലാ ഘടകങ്ങളും നൽകി. 3ാമത്തെ ഗ്ലാസ്സിൽ വിത്ത് മുളച്ചില്ല, ജലമൊഴികെ മറ്റെല്ലാ ഘടകങ്ങളും നൽകി. 4ാമത്തെ ഗ്ലാസ്സിൽ വിത്ത് മുളച്ചു, സൂര്യപ്രകാശം ഒഴികെ എല്ലാ ഘടകങ്ങളും നൽകി. ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജലമില്ലെങ്കിൽ വിത്ത് മുളക്കില്ല. മണ്ണ്, വായു, സൂര്യപ്രകാശം ഇവയില്ലെങ്കിലും വിത്ത് മുളക്കും. അപ്പോൾ വിത്ത് മുളക്കാനുള്ള പ്രധാന ഘടകം ജലമാണ്. വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളക്കാൻ ആവശ്യമാണ്. വ്യത്യസ്തമായ വിത്തുകൾ മുളക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിത്ത് മുളക്കാൻ ജലം, വായു, അനുയോജ്യമായ താപനില ഇവയൊക്കെയാണ് വേണ്ടത്. താപനിലയുടെ വ്യത്യാസം കൊണ്ടാവാം നമ്മുടെ നാട്ടിലൊന്നും ഈത്തപ്പഴത്തിൻ്റെ വിത്ത് മുളക്കാത്തത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തണുപ്പുള്ള സ്ഥലങ്ങൾ, അതായത് താപനില കുറഞ്ഞ സ്ഥലങ്ങളിൽ വളരുന്ന ചെടികൾ, ഫലങ്ങൾ അതൊന്നും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, ഓരോ വിത്തിനും അനുയോജ്യമായ താപനില ആവശ്യമാണ്. നമുക്ക് പഠിക്കാനുള്ളത് വിത്തിനുള്ളിലെ ജീവൻ. ഇവിടെ തന്നിട്ടുള്ള ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങളാണ്. ഇത് പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റിൽ വിത്ത് കുഴിച്ചിട്ടു, പിന്നെ ചെറുതായിട്ടൊരു മുള പൊട്ടി വരുന്നുണ്ട്. 2ാമത്തെ ചിത്രത്തിൽ എന്താണ്? ബീജമൂലം പുറത്തേക്ക് വന്നു. ഇത് പിന്നീട് വേരായി മാറുകയാണ് ചെയ്യണത്. 3-ാം ദിവസം വേരായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണിൽ ഇങ്ങനെ പടരാൻ തുടങ്ങുന്നുണ്ട്. 4ാമത്തെ ദിവസം നമ്മൾ കുഴിച്ചിട്ട വിത്ത് മണ്ണിൽ നിന്ന് മുകളിലോട്ട് പൊന്തി വരാൻ തുടങ്ങും. ഇവിടെ ഈ ചിത്രം കണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ബീജപത്രം, പൊട്ടിലിടൽ. ഈ ബീജപത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടി വളർന്ന് ഇല വരുന്നത് വരെയുള്ള ഭക്ഷണം ഈ ബീജപത്രത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. 5ാമത്തെ ചിത്രത്തിൽ ഇലകളൊക്കെ വന്നു, ബീജപത്രമൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്, പിന്നീട് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് ചിത്രത്തിൽ മുകളിലേക്ക് പൊങ്ങി വരുന്നൊരു ഭാഗം കണ്ടല്ലോ, അതാണ് ബീജശീർഷം. ഇത് പിന്നീട് കാണ്ഡമായി മാറുകയാണ് ചെയ്യുന്നത്. ബീജമൂലം വേരായി മാറുന്നു, ബീജശീർഷം കാണ്ഡമായി മാറുന്നു. അപ്പോൾ ബീജപത്രത്തിന് എന്ത് സംഭവിക്കും? ബീജപത്രം ചുരുങ്ങി കൊഴിഞ്ഞു പോകും. കാരണം എന്താണ്? ഈ കുഞ്ഞു ചെടിയിൽ ഇല വരുന്നത് വരെ അത് വളരാനുള്ള പോഷകങ്ങളും ആഹാരങ്ങളും ബീജപത്രത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇല വന്നാലേ സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പട്ടികയിൽ രേഖപ്പെടുത്തണം. ഫസ്റ്റ് കോളം വിത്തിന് വരുന്ന മാറ്റം, അതായത് വിത്തിൻ്റെ വലുപ്പം. 1-ാം ദിവസം എങ്ങനെയാണ്? 1-ാം ദിവസം മാറ്റമൊന്നുമില്ല, കുഴിച്ചിട്ടിട്ടുള്ളല്ലോ അല്ലേ? 2-ാം ദിവസം
വിത്ത് കുതിർന്ന് വലുതാകുന്നു. 3-ാം ദിവസം ചെറുതായിട്ട് മുള പൊട്ടാൻ തുടങ്ങും. 4-ാം ദിവസം മുള പൊട്ടി മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. 5-ാം ദിവസം ചെറുതായിട്ട് ബീജപത്രങ്ങൾ പുറത്തേക്ക് വരും. നിങ്ങൾ വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് എഴുതേണ്ടതാണ് കേട്ടോ. അടുത്തത് വിത്തിൻ്റെ പുറന്തോട്. 1-ാം ദിവസം ഒന്നും സംഭവിക്കണില്ല അല്ലേ. 2-ാം ദിവസം വിത്ത് കുതിർന്ന് വലുതാവുമ്പോൾ പുറന്തോട് പൊട്ടും. 5 ദിവസം നിങ്ങൾ എഴുതുമല്ലോ. അടുത്തത് വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം, അതായത് ബീജമൂലം. അടുത്തത് വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വരുന്ന ഭാഗം, ബീജശീർഷം. മൂലത്തിന് 1-ാം ദിവസം 2-ാം ദിവസം ഒന്നും സംഭവിക്കില്ല. 3-ാം ദിവസം കുറേശ്ശെ പുറത്തേക്ക് വരും അല്ലേ, ബീജമൂലം പുറത്തേക്ക് വരും. അതുപോലെ ബീജശീർഷോ 1-ാം ദിവസം 2-ാം ദിവസം ഒന്നും സംഭവിക്കില്ല. 3-ാം ദിവസം മുതലാണ് അവ പുറത്തേക്ക് വരുന്നത്. അടുത്തത് വിത്തിലെ പ്രാഥമിക ഇലകൾ, അതായത് ബീജപത്രങ്ങൾ. ഇതാ നിരീക്ഷിച്ചത് ഇതുപോലെ കാണപ്പെടും. ഇനി നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങൾ എഴുതി ചേർക്കൂലേ? മനസ്സിലായില്ലേ? സിമ്പിളാണല്ലോ. 4 പരീക്ഷണമാണല്ലേ വിത്ത് മുളക്കാൻ ചെയ്തത്. വിത്ത് മുളച്ച ശേഷം നന്നായി വളരുന്നത് ഏത് ക്ലാസ്സിലെ ചെടിയാണ്? 1-ാമത്തെ ക്ലാസ്സിലെ ചെടി. ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? സൂര്യപ്രകാശം, വായു, മണ്ണ്, ജലം, താപനില. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് ഇവയൊന്നും ആവശ്യമില്ല. എന്നാൽ ഒരു ചെടി വളരാൻ സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു, താപനില എന്നിവയൊക്കെ ആവശ്യമുണ്ട്. ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് ബീജപത്രങ്ങളിൽ നിന്നാണ്. പയർ വിത്തിന് എത്ര ബീജപത്രങ്ങളുണ്ട്? 2 ബീജപത്രങ്ങൾ. വളരും തോറും ബീജപത്രത്തിന് വരുന്ന മാറ്റം എന്തൊക്കെയാണ്? അവ ചുരുങ്ങിപ്പോവും, എന്നിട്ട് ചുരുങ്ങി കൊഴിഞ്ഞു പോവും. 2 ബീജപത്രങ്ങളുള്ള ചെടികൾ: മാങ്ങ, ചക്ക, കടല, ആപ്പിൾ. ഇനി 1 ബീജപത്രം മാത്രമുള്ള ചെടികൾ: നെല്ല്, ചോളം, നാളികേരം, അടക്ക ഇവയൊക്കെ. ഇതാ ഇവിടെ ചിത്രത്തിൽ കണ്ടില്ലേ, ചോളത്തിൻ്റെ ബീജപത്രത്തിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് ബീജാന്നം. കണ്ടോ ചിത്രത്തിൽ? 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ചിലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. അതായത് ദ്വിബീജ സസ്യങ്ങളിൽ ഇല മുളക്കുന്നത് വരെ അവയ്ക്കുള്ള ആഹാരം നൽകുന്നത് ബീജപത്രങ്ങളാണ്. എന്നാൽ ഏകബീജ സസ്യങ്ങളിൽ ബീജാന്നത്തിൽ നിന്നാണ് അവയ്ക്കുള്ള ആഹാരം ലഭിക്കുന്നത്. ബീജപത്രവും ബീജാന്നം മനസ്സിലായില്ലേ? മുളക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ: പുളുങ്കുരു, ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകളൊന്നും മുളപ്പിക്കാനാണ് പറയുന്നത്. വിത്ത് മുളക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് നിരീക്ഷിക്കൂ. ഇനി ഇവിടെ കോളത്തിൽ തന്നിട്ടുള്ളതൊന്ന് വായിക്കാം കേട്ടോ. വിത്ത് മുളക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയായി മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് ഉടൻ തന്നെ നൽകാം കേട്ടോ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ.